വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ കള്ളവോട്ട് ആരോപിച്ച് CPIM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. റീപോളിംഗ് വേണമെന്ന് BJP ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി PR പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, എപ്പോഴാണ് ഇത് ഉണ്ടായത്? ഇപ്പോൾ സംഘർഷം ശമിപ്പിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സംഘർഷം ശമിച്ചിട്ടുണ്ട്. കുറച്ചു മുൻപ് ഉണ്ടായത്, നേരത്തെ ഇവിടെ 2 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. ആ ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ അല്ല വോട്ടെന്ന് ആരോപിച്ചായിരുന്നു BJP പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കിയത്. അതിനുശേഷം അവർ തമ്മിൽ ചില കശപിശകൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി പിന്നീട് ട്രാൻസ്ജെൻഡേഴ്സ് തല്ലി എന്നുള്ളതാണ്, BJP പ്രവർത്തകനെ തല്ലി എന്നുള്ളതാണ് ആരോപണം. അതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. കൂടുതൽ പോലീസ് എത്തി, കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഇതോടുകൂടി സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പരാതി കൊടുക്കുന്നതിനായി BJP പ്രവർത്തകൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് പരാതി കൊടുത്തു, പക്ഷേ സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു പോലീസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ നിന്ന് അല്പസമയത്തിനകം പരാതി കൊടുത്ത് മടങ്ങും. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്ന ആരോപണമെങ്കിൽ അങ്ങനെയല്ല, പേരുണ്ട് എന്ന് CPM-ഉം പട്ടിക കാട്ടി പറയുന്നുണ്ട്. എന്തായാലും ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകേണ്ടിയിരുന്നതാണ് പോലീസ് എത്തി അതിന് അയവ് വരുത്തിയിരിക്കുന്നത്. എന്നാലും രണ്ട് വശത്തുമായി പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ശരി, PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും അതിന് ഇതിലപ്പുറം എൻ്റെ ജയവും തോൽവിയല്ല. ഇവിടുത്തെ പ്രശ്നം അങ്ങനെയുള്ള മനുഷ്യരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. അവർ നേരിടും. ആ മനുഷ്യർ അവരുടെ ആവശ്യം അതാണ്. അവരുടെ ആവശ്യം റീപോളിംഗ് നടക്കുക, കുളം കലക്കി അത് പരിന്തിന് കൊടുക്കുക, അവർക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള സമീപനമാണ് BJPയിലെ ഒരു നേതാവ് പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ, ഗോപാലൻ. അദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പ് ഒരു വേറെ ഒന്നിൻ്റെ ക്യാമറ ഒന്നും കൂടെ ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ, ഞങ്ങൾ വേണ്ടി വന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയാണോ മത്സരിക്കുന്നത് ജയിക്കണമെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്ത് അവിടെ ഞങ്ങൾ ജയിച്ചു വരും എന്ന് പറഞ്ഞതെല്ലാം നിങ്ങളെ ചാനലിൽ അവിടെ എന്തിൻ്റെ കേട്ടില്ലേ? വേറൊരു ആളുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ നിങ്ങളെല്ലാം അടിച്ചു പൊക്കി വലിയ നേതാവാക്കി വെച്ചിരുന്ന അല്ല, അതിനേക്കാളും ഞാൻ വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നിങ്ങളത് പൂർത്തിയാക്കട്ടെ. വേറൊരു പുസ്തകം കൂടെ ഉണ്ടായിരുന്നല്ലോ. അയാൾ എന്താണ് പറഞ്ഞത്? അയാൾ കള്ള വോട്ട് ചെയ്തല്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായത്. അതാണല്ലോ. ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ 10-12 പേരുണ്ട്. കൃത്യമായി എണ്ണം എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അതുകൊണ്ടൊന്ന് ഞാൻ ഇതിൽ ശ്രദ്ധപ്പെടുത്തിയതാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞവൻ അവൻ എങ്ങനെയാണ് നേതാവായതിനു ശേഷം MLA ആയി. അപ്പോഴെല്ലാം അവർ ചെയ്ത പ്രവൃത്തിയെല്ലാം കുറിച്ചെല്ലാം അറിയാം. അത് അത്രയൊന്നും അതിൻ്റെ ഒന്നും 7 അയലോക്കത്ത് പോയിട്ടില്ലാത്ത മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ്. 100% അതാണ് അവരുടെ ശ്രമം. തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് കള്ളവോട്ട് ആരോപിച്ച് CPIM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നത്. റീപോളിംഗ് വേണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.